പ്രണയ ഋതു അഗ്നിയുടെ സ്വന്തം ഡെവിൾ. കിച്ചു ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മുന്തിരിയോട് ഒരു 100,000 ചോദ്യങ്ങളും അവൻ്റെ സംശയങ്ങളും അവിടെ മുന്നിലേക്ക് കൊട്ടി. അവൻ ഇനി എന്ത് പറയണേ, എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിച്ച് ഒന്ന് ദീർഘമായി ഒന്ന് നിശ്വസിച്ച് അതിനുശേഷം വേദയെ ഒന്ന് നോക്കി. വേദ കണ്ണുകൊണ്ട് പറഞ്ഞോളാൻ എന്ന ആംഗ്യം കട്ടിയതും അവൾ പറഞ്ഞു തുടങ്ങി. പതിവ് പോലെ റൂമിലേക്ക് കയറിയ നന്ദിതയെ കുറേയേറെ സമയമായിട്ടും പുറത്തേക്ക് കാണാത്തതിൽ സംശയം തോന്നിയാണ് മുന്തിരി അകത്തേക്ക് ചെല്ലുന്നത്. മുറിയിലേക്ക് കയറിയതും കണ്ടു മുറിയിൽ ഒരു കോർണറിലായിട്ട് വെച്ചിരിക്കുന്ന ക്യാൻവാസിലേക്ക് ധൃതിയിൽ എന്തൊക്കെ വരച്ചു കൂട്ടുന്നതും കയ്യിലും ശരീരത്തും അങ്ങുമായി എല്ലാം ചായമുണ്ട്. അത് വലിയ പുതുമയുള്ള കാഴ്ച അല്ലാത്തത് കൊണ്ട് തന്നെ അവൾ തിരിഞ്ഞു നടന്നപ്പോഴാണ് പതിവില്ലാത്ത രീതിയിൽ അവളുടെ മുഖത്ത് കാണുന്ന പ്രകടമായ ആ ഒരു സന്തോഷം, ചൊടികളിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ പുഞ്ചിരി. അതിനൊക്കെ കാരണം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവൾക്ക് പിന്നിലേക്ക് ചെന്നു. നന്ദിതയുടെ പിന്നിലൂടെ ക്യാൻവാസിലേക്ക് എത്തി നോക്കിയതും അവളുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. തങ്ങളുടെ മുന്നിൽ എങ്ങനെയാണോ കിച്ചു ചിരിതൂകി നിൽക്കുന്നത് അതുപോലെ ജീവനൊത്ത അവൻ്റെ ഒരു ചിത്രം തന്നെ അതിമനോഹരമായിട്ട് വരച്ചു വച്ചേക്കുന്നു. ഒരു മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റ്സ് വരെ അത്ര കൃത്യമായിട്ട് നന്ദിത വരച്ചു വച്ചേക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ചുമ്മാതല്ല കൊച്ചു കള്ളി, ഈ ചുണ്ടിലും ഈ മുഖത്തും ഇത്രത്തോളം സന്തോഷം, ഈ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞ് അവളെ കളിയാക്കാനും അവൾ മറന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ കളിയാക്കലുമായി നിൽക്കുന്ന അതേ ടൈമിലായിരുന്നു പിന്നിൽ നിന്നും രമേശിൻ്റെ ശബ്ദവും ക്യാൻവാസിലെ ചിത്രം കണ്ട് അവൻ പൊട്ടിത്തെറിക്കുന്നതും അതിനൊപ്പം തന്നെ മുന്തിരിയുടെ കവിളിലേക്ക് അവൻ്റെ കൈ പതിഞ്ഞതും നിരഞ്ജൻ വന്ന് തടഞ്ഞതും പിന്നീട് ഇരുവരും വീട്ടിലിരുന്ന് മദ്യപിക്കണമെന്ന ആവശ്യം പറഞ്ഞതും അതിനെ മുന്തിരി തടുത്തതും അത് ഇഷ്ടപ്പെടാതെ രമേശൻ വീണ്ടും മുന്തിരിക്ക് നേരെ കൈ ഉയർത്തി നിരഞ്ജൻ അതിനെ തടഞ്ഞതും പിന്നീട് വഷളമായ രീതിയിലുള്ള നോട്ടത്തിൽ നന്ദിതയെ കുത്തിപ്പറഞ്ഞത് അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കണ്ണുകൾ ഇഴഞ്ഞതും എല്ലാം ഇഷ്ടം കേടോടുകൂടി നന്ദിതയുടെ പ്രവൃത്തികളും എല്ലാം മുന്തിരി കിച്ചുവിനോട് പറഞ്ഞു. മദ്യപിക്കാനായിട്ട് ആരുടെയും അനുവാദമില്ലാതെ അവിടെ കയറിയിരുന്നതും കിച്ചണിലേക്ക് പോകുന്ന തങ്ങളെ തടുത്ത് നിർത്തി വെള്ളം ആവശ്യപ്പെട്ടതും വെള്ളം കൊണ്ടുകൊടുത്ത് കുറേ സമയത്തിന് ശേഷം നിരഞ്ജൻ കിച്ചണിലേക്ക് വരുന്നത് നന്ദിതയെ ബലമായി അയാളുടെ ശരീരത്തിലേക്ക് ചേർക്കാനും ബലം പ്രയോഗിച്ച് റൂമിലേക്ക് കയറ്റാനും എല്ലാം ശ്രമിക്കുന്നതും അതിനെ നന്ദിത ആവും വിധം എല്ലാം പ്രതിരോധിച്ചതും പറഞ്ഞു നിർത്തിയതോടുകൂടി മുന്തിരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കിച്ചു അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് നിർത്തി. അവളുടെ ശരീരത്തിലെ വിറയലും അവൾ അത്രയും നേരം അനുഭവിച്ച എല്ലാ വേദനകളും ആ കണ്ണീരിലുണ്ടെന്ന് അവനും മനസ്സിലായി. ബാക്കി ഇനി എന്തായാലും ഇവളിൽ നിന്ന് തന്നെ അറിയണം എന്ന ഒറ്റ തീരുമാനത്തിൽ തന്നെ അവളെ തന്നോട് ഒന്നുകൂടി അടക്കി പിടിച്ച് ഒന്നുമില്ലടാ ഏട്ടനില്ലേ എന്ന് പറഞ്ഞവൾ അവളെ സമാധാനിപ്പിച്ചു. ബാക്കി കേൾക്കാൻ എന്ന രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ തൻ്റെ കരച്ചിൽ ഒന്നടക്കി. അതിനുശേഷം തുടർന്നു. നന്ദിതയെ വലിച്ച് നിരഞ്ജൻ തൻ്റെ ശരീരത്തോട് ചേർക്കുന്നത് കണ്ടതും അവനെ തടഞ്ഞു. പക്ഷേ അവൻ തെള്ളിയിട്ടുകൊണ്ട് തന്നെ അവളെ ബലമായി അവൻ്റെ ശരീരത്തോട്ട് ചേർത്ത് കീഴ്പ്പെടുത്താൻ നോക്കിയതും കയ്യിൽ കിട്ടിയ ഒരു വിറക് കൊള്ളി കൊണ്ട് തന്നെ അയാളെ നല്ല പോലെ പ്രഹരിച്ചു. പക്ഷേ അയാളുടെ ബലത്തിനു മുന്നിൽ മുന്തിരിക്ക് തടഞ്ഞു നിർത്താനോ അയാളെ എതിർക്കാനോ ശേഷിയില്ലാതായി. പിന്നീടുള്ളത് രമേശായിരുന്നു. പക്ഷെ ഒരിക്കലും രമേശ് ഇങ്ങനൊരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കില്ല എന്ന് മുന്തിരിക്കും നന്ദിക്കും നല്ല ഉറപ്പായിരുന്നു. പക്ഷേ ആ ഒരു വിശ്വാസത്തിന് മുകളിലായിരുന്നു നിരഞ്ജൻ്റെ ആ വാക്കുകൾ. രമേശിൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി തൻ്റെ 2 അനുജത്തിമാരുടെയും ജീവനും ഇല്ലാതാക്കാൻ അയാളായ മനസ്സോടുകൂടിയാണ് നിരഞ്ജനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൂടാതെ നന്ദിതയെ അയാൾക്കായി എന്തും ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നുകൂടി അയാളുടെ വായിൽ നിന്നും കേട്ടതോടുകൂടി രണ്ടുപേരെയും ശരീരം വല്ലാതെ തളർന്നു പോയിരുന്നു. എത്രയൊക്കെ മദ്യപിച്ചാലും തങ്ങൾ ഇങ്ങനെ ഒരവസ്ഥയിൽ തങ്ങളെ കൊണ്ട് തെള്ളിയിടില്ല എന്ന് ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൽ മാത്രം അടിയുറച്ചാണ് അയാളുടെ കൂടെ ഇത്രയും നാൾ തങ്ങൾ ആ വീട്ടിൽ താമസിച്ചത്. ഒരു നോട്ടം കൊണ്ട് പോലും ആരും തങ്ങളെ വേണ്ടാത്ത രീതിയിൽ നോക്കാത്തത് രമേശ് എന്നൊരാൾ തങ്ങളുടെ കൂടെ ഉള്ളതായിരുന്നു. അതൊരു ബലം തന്നെയായിരുന്നു ആ പെൺകുട്ടികൾക്ക് 2 പേർക്കും. പിന്നീട് എന്തുണ്ടായി? ആകാംക്ഷയോടെ വിച്ചു അവളുടെ അടുത്തേക്ക് വന്ന് എന്നെക്കൊണ്ടാവും വിധം എല്ലാം എതിർത്തു നോക്കിയേട്ടാ, പക്ഷെ നടന്നില്ല.
നിരഞ്ജൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ വാക്കുകൾ ഒട്ടും തന്നെ മുന്തിരിക്ക് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ആക്സിഡൻറ്റ് രമേശൻ മാത്രമാണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഏട്ടൻ്റെ അടുത്തേക്ക് ഓടിയത്. ആ ഒരു വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചയായിരുന്നു അവൾ രമേശിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടത്. മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ മദ്യത്തിൻ്റെ ആസക്തിയിൽ അവൻ ബോധം മറ്റി കിടക്കുന്നത് കണ്ട് അപ്പോഴേട്ടനെ ഇത്രത്തോളം കുടിപ്പിച്ച് കിടത്തിയതിന് ശേഷമാണ് നിരഞ്ജൻ തൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് തങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് മുന്തിരിക്ക് പൂർണ്ണമായും വിശ്വാസം. അവളുടെ ചിന്തകൾ കാട് കയറി അതേസമയം തന്നെയാണ് പിന്നിൽ നിന്ന് ഡോർ ശക്തമായി വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. നന്ദിതയെ വലിച്ചുകൊണ്ട് നിരഞ്ജൻ റൂമിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തായിരുന്നു. ഇതിനിടയിൽ തന്നെ റൂമിനകത്ത് നിന്നും പല സാധനങ്ങൾ വീണുടയുന്നതും എല്ലാം വലിച്ചെറിയുന്നതും എല്ലാം ശബ്ദം പുറത്തു നിന്ന് കേൾക്കാം. പക്ഷെ താൻ എങ്ങനെ എന്ത് ചെയ്യും എന്ന ആലോചനയിലായിരുന്നു. എൻ്റെ മനസ്സിലേക്ക് വേദേച്ചിയുടെ മുഖം ഓർമ്മ വന്നത്. അപ്പോഴാണ് കിച്ചുവും വിച്ചുവും അവളെ സൂക്ഷിച്ചു നോക്കുന്നത്. ഏട്ടന്മാരെ നോക്കണ്ട. ഞങ്ങൾ രണ്ടും സംസാരിക്കുന്നതിനിടയിൽ ഒരു വട്ടം ചേച്ചിയുടെ വായിൽ അറിയാതെ വീണിരുന്നു ചേച്ചി ഒരു പോലീസുകാരിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ എന്ന് എനിക്ക് ഓർമ്മ വന്നതും ചേച്ചിയെ തന്നെ ആ സെക്കൻഡിനുള്ളിൽ ഞാൻ വിളിച്ചതും. അവർ പറഞ്ഞുകൊണ്ട് തന്നെ വേദയെ ഒന്ന് നോക്കി. വേദ ചിരി തൂകി നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു വന്യമായ ഒരു ചിരി കൂടി പ്രകടമായിരുന്നു. എന്നാൽ എല്ലാവർക്കും നോക്കുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരി മാത്രമായി. പക്ഷേ അതിലെ രൗദ്രഭാവം ആദിക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. കാരണം ഈ സമയത്തിനുള്ളിൽ തന്നെ വേദയെക്കുറിച്ചുള്ള എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ്സ് ആദിയുടെ മുന്നിൽ എത്തിയിരുന്നു. ആദി ആ വരിയിലൂടെയൊക്കെ കണ്ണൊട്ടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. വേദയിൽ നിന്നും അഗ്നിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു ആ ഒരു ഫയലിൽ ഉള്ളത്. അതിൽ വേദ എന്ന അന്യമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി, എന്നാൽ അഗ്നി അവളുടെ താണ്ഡവം തന്നെയായിരുന്നു അതിനകത്ത് മൊത്തം തെളിഞ്ഞു നിൽക്കുന്നത്. ഒരു IPS ഓഫീസറായി അവൾ എന്ന് ചാർജ് എടുത്തു അന്നു മുതൽ ഇങ്ങോട്ടുള്ള രൗദ്രമായ രാക്ഷസി സ്വഭാവം തന്നെയായിരുന്നു അതിൽ പ്രകടമായി നിന്നിരുന്നത്. കാരണം നീതി നിഷേധിക്കുന്നതിനെല്ലാം അഗ്നി അവളുടെ കോർട്ടിലായിരുന്നു അവർക്കുള്ള ശിക്ഷ വിധിച്ചിരുന്നത്. അത് ഇരുചെവി അറിയാതെ എങ്ങനെ ഒതുക്കി തീർക്കണമെന്ന് നല്ല വ്യക്തമായി അഗ്നിക്കറിയാമായിരുന്നു. അതിനോടൊപ്പം അവളുടെ കയ്യിൽ പിൻബലമായുള്ള IPS എന്ന പദവിയുള്ളവൾ കൂടി ബ്ലാക്ക് ഡെവിൾസ് എന്ന ഗ്യാങ്ങിലേക്ക് അവരോടൊപ്പം കൂടിയപ്പോൾ അവർക്കൊരു പുനർജന്മം തന്നെയായിരുന്നു. ആദ്യം മുന്നിലേക്ക് നോക്കിയപ്പോൾ കിച്ചു മുന്തിരിയോട് ഓരോന്ന് ചോദിച്ചറിയുന്ന തിരക്കിലായിരുന്നു. വേദയെ വിളിച്ചത് നിമിഷ നേരത്തിനുള്ളിൽ തന്നെ തങ്ങളുടെ വീടിന് മുന്നിൽ 2 പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നതും അവർ ആരെയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറുന്നതും അവർ ഡോർ തല്ലിപ്പൊളിച്ച് അതിൽ നിന്നും നിരഞ്ജനെ വലിച്ചെടുത്ത് പുറത്തേക്കിട്ട് അവിടെ ഇട്ട് തന്നെ അവനെ കൈകാര്യം ചെയ്ത് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്തതിനെ വലിച്ചെടുത്ത് ജീപ്പിലേക്കിട്ട് അവർ ജീപ്പ് മുന്നോട്ട് പാഞ്ഞുപോയി. പിന്നിലെ ജീപ്പിലെ കോൺസ്റ്റബിൾസ് ആയിരുന്നു പിന്നീട് നന്ദിതയും മുന്തിരിയും വേദയുടെ അടുത്തേക്ക് എത്തിച്ചത്. അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴേ തന്നെ അവരുടെ മുന്നിൽ വേദയെ കണ്ടതും ഇരുവരും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പുണർന്ന് കരയാൻ തുടങ്ങി. അവരെ രണ്ടുപേരെയും അവൾ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി കേസുകളൊന്നും വേണ്ട എന്ന് തിരിഞ്ഞു നിന്ന് അവരോട് പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അവൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് തന്നെ നടന്നു. അവരെ രണ്ടുപേരെയും വാഹനത്തിനകത്തേക്ക് കയറ്റി അവൾ ഫോൺ എടുത്ത് ആർക്കോ എന്തോ ഒരു മെസ്സേജ് ടെക്സ്റ്റ് ചെയ്ത് അതിനുശേഷം വാഹനത്തിലേക്ക് കയറി. വേദ വാഹനത്തിലേക്ക് കയറിയിട്ടും അവൾ ഒന്നും തന്നെ അവരിരുവരോടും മിണ്ടാൻ പോയില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള സംഘർഷം എത്ര വലുതാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ അവരെ കുത്തിനോവിക്കാനോ കാര്യങ്ങൾ വിശദമായി തിരക്കാനോ ഒന്നിനും തന്നെ നിന്നില്ല. അവരുമായി നേരെ എത്രയും പെട്ടെന്ന് തന്നെ കിച്ചുവിൻ്റെ അടുത്ത് എത്തിക്കണം. കാരണം ഒരുവൾക്ക് ഏട്ടനാണെങ്കിൽ മറ്റൊരുവൾക്ക് പ്രാണനാണ്. അവൻ്റെ നെഞ്ചിൽ അവരുടെ വിഷമങ്ങളെല്ലാം ഇറക്കി വെക്കാതെ ഇവർ രണ്ടുപേരുടെയും ഈ വിഷമം മാറില്ല എന്ന് വേദയ്ക്ക് അറിയാമായിരുന്നു. മുന്തിരി നടന്നതെല്ലാം കിച്ചുവിനോട് പറഞ്ഞ് അവൻ്റെ നെഞ്ചോട് ചാരി അങ്ങനെ നിന്നു. കിച്ചു വേദയൊന്ന് നോക്കി. ഇനി അവന്മാർ പോലീസ് കൈകാര്യം ചെയ്തോളും. അവൾ ഗൂഢമായി ഒന്ന് ചിരിച്ചുകൊണ്ട് കിച്ചുവിനോട് പറഞ്ഞു. കിച്ചു ആശ്വാസത്തോടെ ഒന്ന് തിരിഞ്ഞു. എന്നാൽ ആദിയുടെ മുഖത്ത് സംശയം തന്നെയായിരുന്നു. ആദി ആ ഗൂഢമായ ചിരിയിലെ അർത്ഥം അവന് മനസ്സിലായിരുന്നു. ഇനി അവന്മാർ പുറം ലോകം പോലും കാണില്ല കിച്ചു. ആദി ഒന്ന് ആത്മഗതിച്ചു. മുന്തിരിയുടെ ഇരുവശത്തും കിച്ചുവും വിച്ചുവും നിന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് വേദ ചെന്ന് നിന്ന് അവരെ നോക്കി. അവർ സംശയത്തോടെ വേദയെ നോക്കിയതും നിങ്ങളുടെ തീരുമാനം എന്താ? ഇനി ഇവരെ എന്ത് ചെയ്യണമെന്നാ? അവർ രണ്ടുപേർക്കും മനസ്സിലായില്ല.
നമ്മൾക്ക് കൂടുതൽ നാളൊന്നും ഇവരെ നമ്മൾക്കൊപ്പം നിർത്താൻ പറ്റില്ല. കാരണം രമേശ് എത്ര ഇനി എന്തെല്ലാം പറഞ്ഞാലും മുന്തിരിയുടെ ചേട്ടൻ തന്നെയാണ് അവൻ. അതുകൊണ്ട് അവൻ വന്ന് വിളിച്ചാൽ ഇവർ രണ്ടുപേരെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. ലീഗലി അവർക്ക് ഒപ്പം തന്നെ ആയിരിക്കും നിയമവും. പിന്നെ അവരെ നമുക്ക് ഹോൾഡ് ചെയ്ത് നമ്മൾക്കൊപ്പം ബലമായി നിർത്താനൊന്നും സാധിക്കില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അബ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പോൾ പെൺകുട്ടികൾക്കായി ഷെൽട്ടർ ഹോംസ് നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റാനാണ് കൂടുതൽ ചാൻസ്. അതിന് അവരെ അങ്ങോട്ട് മാറ്റണമെന്ന് വേദയോട് ആരാ ഇപ്പോൾ പറഞ്ഞേ? ആദ്യം വേദയ്ക്ക് മുന്നിലേക്ക് വന്നതെന്ന് ചോദിച്ചു. വേദ സംശയത്തോടെ അവനെ നോക്കി. ഇന്നു ഒരു രാത്രി ഇവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേദയ്ക്ക് സാധിക്കുമോ? എന്നെക്കൊണ്ട് ആകില്ല എന്നല്ല, എന്നെക്കൊണ്ടാകും. പക്ഷേ അത് വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് വേദയോടൊന്ന് ചോദിച്ചെന്ന് മാത്രം. അവളൊന്നും മനസ്സിലാകാൻ നോക്കി. നാളെ കൃത്യം 9:50 പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടയിൽ വെച്ച് എൻ്റെ കിച്ചു നന്ദിതയുടെ കഴുത്തിൽ താലി കെട്ടും. പിന്നെ രമേശ് എന്നല്ല, ഇനി ആര് ഈ ഭൂമി ഇളക്കി വന്നാലും എൻ്റെ കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് അവളെ കൊണ്ടുപോകാൻ ആർക്കും യാതൊരു അവകാശവുമില്ല. പിന്നെ അതിന് ശ്രമിക്കുന്നവർ പിന്നെ ഈ ഭൂമിക്ക് മുകളിൽ ജീവനോടുണ്ടാകില്ല. കാരണം അവർക്കുള്ള സംരക്ഷണം ഒരുക്കിയിരിക്കുന്ന ഈ അദ്വൈത് മഹാദേവാണ്. അവരെ ഒന്ന് നുള്ളി നോവിക്കണമെങ്കിൽ പോലും എന്നെ മറികടന്ന് മാത്രമേ അത് സാധിക്കൂ. അവൻ്റെ ഉറച്ച വാക്കുകളായിരുന്നു. അവൻ്റെ കണ്ണുകളിലെ ആ അഗ്നിജ്വാല അത് വേദ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അവൾ അവനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ആദ്യം അതേസമയം തന്നെ വേദയെ നോക്കി. അവൻ്റെ ആ നോട്ടം അവൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവൾ കണ്ണൊന്ന് ഇമ വെട്ടി തിരിഞ്ഞ് വീണ്ടും അവനിലേക്ക് തന്നെ അവൾ അറിയാതെ തന്നെ ആ കണ്ണുകൾ വീണ്ടും എത്തിയതും അവൻ്റെ ആ നോട്ടം അവളെ കുത്തി വലിക്കുന്നത് പോലെ തോന്നി. അത് കണ്ടതും അവൾ ഒന്ന് ഉമിനീരിറക്കി. ഒരു പോലീസ് ഓഫീസറായിട്ട് പോലും ഇവൻ്റെ മുന്നിൽ, ഇവൻ്റെ ഈ തീക്ഷ്ണമായ നോട്ടത്തിന് മുമ്പിൽ തനിക്ക് പതറാതെ നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? എത്രയോ പേരെയോ താൻ ഒരു ദിവസം കാണുന്നുണ്ട്. പലരുടെയും ചൂഴ്ന്നു നോട്ടം. അതിൽ നിന്നുമെല്ലാം താൻ ഒരൊറ്റ നോട്ടം കൊണ്ട് അവരെ നിലയ്ക്ക് നിർത്തും. പക്ഷേ ആദിയുടെ മുമ്പിൽ അങ്ങനെ ഒന്ന് നിൽക്കാനോ ഒരു നോട്ടം കൊണ്ട് അവനെ നേരിടാനോ തനിക്ക് സാധിക്കുന്നില്ല. എന്താ അങ്ങനെ? അവൾ ചിന്തിക്കാതിരുന്നില്ല. ആദ്യം വേദയും ഇപ്പോഴറിഞ്ഞിരുന്നില്ല നാളത്തെ ആ ഒരൊറ്റ സംഭവം കൊണ്ട് തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. തുടരും.